ഹലോ എവ്രി വൺ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നമുക്ക് ആദ്യം ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസിന് ആൻസർ നോക്കാം. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ഓർണിത്തോളജി? അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം വരുന്നത് ഓർണിത്തോളജിയെ പറ്റിയാണ്. നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു, ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷിശാസ്ത്രമാണ് അല്ലെ. അപ്പൊ പക്ഷിശാസ്ത്രത്തിന്റെ കുറെ പ്രത്യേകതകൾ നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ സ്പെഷ്യാലിറ്റീസ്? Ornithology, the study of birds, is special because it is both peaceful and exciting. ഓർണിത്തോളജി എന്ന് പറഞ്ഞ ഈ പക്ഷി നിരീക്ഷണം അല്ലെങ്കിൽ പക്ഷിശാസ്ത്രം വളരെ സ്പെഷ്യൽ ആണ്. ബിക്കോസ് അത് നമ്മളൊരു ജോലിയായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഹോബി ആയിട്ടോ എടുക്കുകയാണെങ്കിൽ അത് ഒരേ സമയം എക്സൈറ്റിംഗും ആണ്, എന്നാൽ പീസ്ഫുള്ളും ആണ്. നമുക്ക് കുറെ അഡ്വഞ്ചേഴ്സ് ഒക്കെ കാണാല്ലേ, കുറെ സാഹസികത നിറഞ്ഞ ഒരു കാര്യമാണ് അത്. അതുപോലെ തന്നെ വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജോലി കൂടിയാണ് ഓർണിത്തോളജി. It gives joy, thrill and satisfaction to those who observe nature closely. പ്രകൃതിയെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നവർക്ക് അത് വളരെയധികം സന്തോഷവും ത്രില്ലും ഭയങ്കര ആഹ്ലാദവും എന്നാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തരുന്ന ഒരു കാര്യമാണ്. ഈവൻ ദോ ഇറ്റ് ഈസ് കാം, ഇറ്റ് സംടൈംസ് ഇൻവോൾവ്സ് അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ്. വളരെ കാമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ജോലിയാണെങ്കിലും പലപ്പോഴും സാഹസികത നിറഞ്ഞ അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സാലിം അലി തന്നെ അദ്ദേഹത്തിന് കുറെ എക്സ്പീരിയൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. This makes ornithology both enjoyable and meaningful. ഇതാണ് ഓർണിത്തോളജിയെ രണ്ട് രീതിയിൽ വളരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു ജോലി അല്ലെങ്കിൽ ഹോബിയാക്കി മാറ്റുന്നത്. ഇതാണ് ഓർണിത്തോളജിയുടെ സ്പെഷ്യാലിറ്റീസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Is there any difference between what we read in books about the birds and their real life? നമ്മൾ പുസ്തകങ്ങളിൽ പക്ഷികളെ പറ്റി വായിക്കുന്നതും റിയൽ ലൈഫും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റോറി വായിച്ചപ്പോൾ തന്നെ കണ്ടു ഡോക്ടർ സാലിം അലി അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പറയുന്നത് പുസ്തകങ്ങളിൽ വായിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു റിയൽ ലൈഫിൽ പക്ഷികൾ ബിഹേവ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. യെസ്, ദർ ഇസ് എ ഡിഫറൻസ്. ദ ഓതർ നോട്ടീസ്ഡ് ദാറ്റ് ബേർഡ്സ് ഇൻ റിയൽ ലൈഫ് ഡു നോട്ട് ഓൾവേസ് ബിഹേവ് എക്സാക്ട്ലി ആസ് ദ ബുക്സ് ഡിസ്ക്രൈബ്. പുസ്തകങ്ങളിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതേ രീതിയിലല്ല ഒരിക്കലും പക്ഷികൾ റിയൽ ലൈഫിൽ ബിഹേവ് ചെയ്യുന്നത്. While hiding near a bird nest, he saw unusual behaviors that were not mentioned in textbooks. പക്ഷികളുടെ നെസ്റ്റിന്റെ അടുത്ത് ഒളിച്ചിരുന്ന് ആളെ പക്ഷി നിരീക്ഷണം ചെയ്തപ്പോൾ മനസ്സിലായത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെയല്ല പക്ഷികൾ പെരുമാറുന്നത്. This shows that real nature is more surprising than written descriptions. ഇത് കാണിക്കുന്നത് പക്ഷികളുടെ റിയൽ നേച്ചർ ആണ് പുസ്തകങ്ങളിൽ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ സർപ്രൈസിങ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ കാണാനായിട്ട് പറ്റും. ബേർഡ് വാച്ചിങ് ഹെൽപ്പ് us understand the true habits of birds. ഇപ്പൊ പക്ഷികളെ പറ്റി യഥാർത്ഥത്തിൽ അറിയണമെങ്കിൽ നമ്മൾ പക്ഷി നിരീക്ഷണം തന്നെ ചെയ്യണം. പുസ്തകങ്ങളിൽ വായിക്കുന്ന അറിവ് മാത്രം ഇതിന് ഹെൽപ്ഫുൾ ആവില്ല. കാരണം പുസ്തകങ്ങളിലെ പോലെയല്ല റിയൽ ലൈഫിൽ ബേർഡ്സ് ബിഹേവ് ചെയ്യുന്നത്. അതിൽ നിന്ന് വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ റിയൽ ലൈഫും ടെക്സ്റ്റ് ബുക്സിലും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഓൺ വാട്ട് ഒക്കേഷൻസ് ക്യാൻ എലിഫന്റ് ബി ഡേഞ്ചറസ്? വൈ? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ആനകൾ കൂടുതൽ അപകടകാരികളാവുന്നത്? Elephants can be dangerous when they are rogues or when a mother elephant has a small calf. ആനകൾ കൂടുതൽ അപകടകാരികളാവുന്നത് അവർ ഒറ്റയാനായിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു മദർ എലിഫന്റ് അതിന്റെ കുട്ടിയെ കൊണ്ടുവരുമ്പോഴോ ആയിരിക്കും. At these times they become protective or aggressive. ഈ സന്ദർഭങ്ങളിലാണ് ആനകൾ കൂടുതൽ അഗ്രസീവായിട്ട് ദേഷ്യത്തിൽ പെരുമാറുകയോ അല്ലെങ്കിൽ ഈ കാഫിനെ സംരക്ഷിക്കാനായിട്ട് ഈ മദർ എലിഫന്റ് കൂടുതൽ പ്രൊട്ടക്റ്റീവോ ആവുന്നത്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഡേഞ്ചർ. If someone suddenly meets them at close range, they may react violently. ഇപ്പൊ വളരെ അടുത്ത് ക്ലോസ് റേഞ്ചിൽ നമ്മൾ അവരെ മീറ്റ് ചെയ്താൽ ചിലപ്പോൾ കുറച്ച് വയലന്റ് ആയിട്ടൊക്കെ ഈ ആനകൾ ബിഹേവ് ചെയ്യാം. The author explains that such accounts are common in certain South Indian jungles. അപ്പം ഇതിൽ സലീം അലി തന്നെ പറയുന്നുണ്ട് സൗത്ത് ഇന്ത്യൻ കാടുകളിൽ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ കോഷൻ ഈസ് നീഡഡ് ഇൻ എലിഫന്റ് ഇൻഹാബിറ്റഡ് ഫോറസ്റ്റ്. അപ്പം ആന ഇറങ്ങുന്ന ഈ കാടുകളിൽ നമ്മൾ എപ്പോഴും കോഷ്യസ് ആയിട്ട് വേണം പോവാനായിട്ട്. അടുത്ത ചോദ്യം വരുന്നത്, what was the impact of the construction of the പറമ്പിക്കുളം ഡാം? പറമ്പിക്കുളം ഡാം നിർമ്മിച്ചതിന് ശേഷം അതിന്റെ ഫലങ്ങളായിട്ട് എന്തൊക്കെയാണ് ഉണ്ടായതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. The construction of the പറമ്പിക്കുളം dam led to the destruction of the old forest area. പറമ്പിക്കുളം ഡാം നിർമ്മിച്ചതിന്റെ ഭാഗമായിട്ട് അതിന് ചുറ്റുമുള്ള പഴയ കാടിന്റെ പ്രദേശങ്ങളൊക്കെ നശിക്കുകയാണ് ഉണ്ടായത്. The huge dam and reservoir submerged പറമ്പിക്കുളം and the beautiful land around it. ആ വലിയ ഡാമും റിസർവോയറും പറമ്പിക്കുളവും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളെയും മുക്കി, അത് വെള്ളത്തിന് താഴെയായി. The Cochin Forest Tramway had to be dismantled to make space for the project. അതുപോലെ തന്നെ ഈ പറമ്പിക്കുളം ഡാം ഉണ്ടാക്കാനായിട്ട് കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ ആണ് തകർത്തത്. അത് തകർത്തിട്ടാണ് ഈ ഡാം ഉണ്ടാക്കിയത്.
ആസ് എ റിസൾട്ട് ദ എൻറ്റയർ നാച്ചുറൽ ഹാബിറ്ററ്റ് വാസ് ലോസ്റ്റ് അണ്ടർ വാട്ടർ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന നാച്ചുറൽ ഹാബിറ്ററ്റ്, അവിടെ ഉണ്ടായിരുന്ന ആവാസ വ്യവസ്ഥ വെള്ളത്തിനടിയിലായി. മച്ച് ഓഫ് ദ റീജിയൻസ് ചാം ഡിസപ്പിയർഡ് ഫോർ എവർ. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിന്റെ ആ ഒരു ചാം, ആ ബ്യൂട്ടി എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അടുത്ത ചോദ്യം വരുന്നത്, വാട്ട് വാസ് ദ സൈറ്റ് ദ ഫോറസ്റ്റ് ഗാർഡ് പോയിന്റഡ് ടു? ഫോറസ്റ്റ് ഗാർഡ് കാണിച്ചു തന്ന ആ കാഴ്ച എന്തായിരുന്നു? The forest guard pointed to the head of a wild tusker. എന്താണ്? ഒരു കാട്ടാനയെയാണ് ഫോറസ്റ്റ് ഗാർഡ് സലിം അലിക്ക് കാണിച്ചു കൊടുത്തത്. The elephant was walking down the same narrow path from the opposite direction. അപ്പോൾ സാലിം അലിയും ഒരു ആന്ത്രപ്പോളജിസ്റ്റും ഫോറസ്റ്റ് ഗാർഡും നടക്കുന്ന സെയിം നാരോ ആയിട്ടുള്ള വീതി കുറഞ്ഞ വഴിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു ഈ കാട്ടാന വന്നിരുന്നത്. ഇറ്റ് അപ്പിയർഡ് സഡൻലി ഫ്രം ബിഹൈൻഡ് ദ ടോൾ ഗ്രാസ്. പെട്ടെന്ന് തന്നെ ആ നീളമുള്ള പുല്ലുകൾക്കിടയിലേക്ക് ആന അപ്രത്യക്ഷമായി. The sight was dangerous because the path was narrow and they were very close to the animal. ആ കാഴ്ച വളരെ പേടിപ്പെടുത്തുന്നതായിരുന്നു, കാരണം വഴി വളരെ വീതി കുറഞ്ഞതായിരുന്നു. ആൻഡ് വൈൽഡ് ടസ്കർ ഇവരുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തൊട്ടടുത്താണ് വരുന്നത്. ദ ഗാർഡ് വോൺ ദെം ബൈ ഡക്കിംഗ് ക്വിക്ലി. അപ്പോൾ ഗാർഡ് അവരെ വോൺ ചെയ്തത് ആള് പെട്ടെന്ന് കുനിഞ്ഞ് മുന്നിലേക്ക് വേഗം വേറെ ദിശയിലേക്ക് മാറിപ്പോയി. അങ്ങനെയാണ് ഇവരെ വോൺ ചെയ്തത്. ഇതാണ് ഈ കാട്ടാനയുടെ വിഷനാണ് ആള് കണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഹൗ ഡിഡ് സാലിം അലി റിയാക്ട് വെൻ ഹി സോ ദ ടസ്കർ? ആ കാട്ടാനയെ കണ്ടപ്പോൾ സാലിം അലി എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? വെൻ സാലിം അലി സോ ദ ടസ്കർ ഹി ഇമ്മീഡിയറ്റ്ലി ടേൺഡ് അറൌണ്ട് ആൻഡ് റാൻ ആസ് ഫാസ്റ്റ് ആസ് ഹി കുഡ്. അപ്പൊ അദ്ദേഹത്തിന് എത്രയും സ്പീഡിൽ ഓടാൻ പറ്റുന്നു അത്രയും സ്പീഡിൽ ഓടി രക്ഷപ്പെടാനാണ് നോക്കിയത്. ഹി ഓൾസോ സിഗ്നൽഡ് ടു ഒമർ ഹു വാസ് ബിഹൈൻഡ് ഹിം ടു റൺ. അതുപോലെ തന്നെ സലിം അലിയുടെ പിന്നിലുണ്ടായിരുന്ന ഒമറിനോടും സിഗ്നൽ കൊടുക്കുകയാണ് ഓടാനായിട്ട്. ഹി റിയാക്റ്റഡ് വെരി ക്വിക്ലി ടു അവോയ്ഡ് ഡേഞ്ചർ. അപ്പോൾ ഒമറും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്തു. കാര്യമൊന്നും അറിയാതെയാണ് ആൾ റിയാക്ട് ചെയ്തത്. ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് സ്റ്റേയിങ് ദർ കുഡ് ലീഡ് ടു എ സീരിയസ് എൻകൗണ്ടർ. ഹിസ് ക്വിക്ക് ആക്ഷൻ ഹെൽപ് ദം എസ്കേപ്പ്. അവരെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്തത് അവരെ രക്ഷപ്പെടുത്താനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി. അടുത്ത ചോദ്യം വരുന്നത്, ഡു ആനിമൽസ് ഓൾവേസ് അറ്റാക്ക് വെൻ ദേ എൻകൗണ്ടർ ഹ്യൂമൻ ബീങ്സ്? എക്സ്പ്ലെയിൻ. മനുഷ്യരെ കാണുമ്പോൾ, മനുഷ്യരായിട്ട് കണ്ടുമുട്ടുമ്പോൾ മൃഗങ്ങൾ എപ്പോഴും മനുഷ്യരെ അറ്റാക്ക് ചെയ്യോ എന്നാണ് ചോദിക്കുന്നത്. നോ, ആനിമൽസ് ഡു നോട്ട് ഓൾവേസ് അറ്റാക്ക് ഹ്യൂമൻസ്. ദ ഓതർ സേസ് ദാറ്റ് മോസ്റ്റ് വൈൽഡ് എലിഫന്റ് വിൽ നോട്ട് ഹാം എനിവൺ അൺലെസ് ദേ ഫീൽ ത്രെറ്റൻഡ്. ഇവിടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, മോസ്റ്റ് ആയിട്ട് കൂടുതലും വൈൽഡ് എലിഫന്റ് അവർക്കൊരു ഭീഷണി ആവുമ്പോൾ മാത്രമാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുള്ളൂ, അല്ലാതെ വെറുതെ ഒരു ഹ്യൂമൻ ബീങ്ങിനെ കണ്ടാൽ അവർ അറ്റാക്ക് ചെയ്യില്ല. മെനി ആനിമൽസ് പ്രിഫർ ടു അവോയ്ഡ് ഹ്യൂമൻസ് ആൻഡ് ക്വൈറ്റ്ലി ചേഞ്ച് ദെയർ പാത്ത്. അപ്പോൾ കൂടുതൽ മൃഗങ്ങളും മനുഷ്യരെ അവോയ്ഡ് ചെയ്ത് അവരുടെ വഴി മാറി പോവാണ് പതിവ്. ഇൻ ദ സ്റ്റോറി ദ ടസ്കർ ആക്ച്വലി ടേൺ അവേ ബിഫോർ റീച്ചിങ് ദം. ഈ കഥയിലും അവരുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ആ ടസ്കർ വഴി മാറി, ഗതി മാറിയിട്ട് പുല്ലിന്റെ ഇടയിലേക്ക് പോവുകയാണ്. ദിസ് ഷോസ് ദാറ്റ് ആനിമൽസ് അറ്റാക്ക് ഓൺലി വെൻ പ്രൊവോക്ഡ് ഓർ ഫ്രൈറ്റൻഡ്. ഇത് കാണിക്കുന്നത് അവരെ ശല്യപ്പെടുത്തിയാൽ അല്ലെങ്കിൽ പേടിപ്പിച്ചാൽ മാത്രമാണ് വൈൽഡ് ആനിമൽസും നമ്മളെ അറ്റാക്ക് ചെയ്യുക, അല്ലാതെ എപ്പോഴൊക്കെ മനുഷ്യനെ കാണുന്നു അപ്പോഴൊക്കെ മൃഗങ്ങൾ മനുഷ്യനെ അറ്റാക്ക് ചെയ്യില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് മെയ്ഡ് സാലിം അലീസ് ഹെയർ സ്റ്റാൻഡ് ഓൺ എൻഡ്? സാലിം അലിക്ക് രോമാഞ്ചം നൽകിയ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഹിസ് ഹെയർ സ്റ്റുഡ് ഓൺ എൻഡ് വെൻ ഹി റിയലൈസ്ഡ് ഹി വാസ് സ്റ്റാൻഡിംഗ് ഓൺ ദ വെരി എഡ്ജ് ഓഫ് എ സ്റ്റീപ്പ് ക്ലിഫ്. He stepped back a while watching a small bird and did not notice where he was. ഒരു ചെറിയ പക്ഷിയെ നോക്കി ആൾ പിന്നിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ശ്രദ്ധിക്കാതെ അശ്രദ്ധയോടുകൂടി പിന്നിലേക്ക് നടന്ന് ഒരു ആഴത്തിലുള്ള ഒരു ക്ലിഫിന്റെ അടുത്തെത്തി അതിന്റെ അറ്റത്ത് നിൽക്കുകയാണ്. അപ്പോഴായിരുന്നു ഈ എക്സ്പീരിയൻസ്. A pebble slipped under his foot and fell straight down, showing how close he was to danger. അദ്ദേഹത്തിന്റെ കാലിന്റെ അടിയിൽ നിന്ന് ഒരു കല്ല് വീണ് ആ മലയുടെ ഏറ്റവും താഴേക്ക് എത്തുകയാണ്. അപ്പോഴാണ് ആൾ തിരിച്ചറിയുന്നത് ഞാൻ ഇത്രയും അറ്റത്തായിരുന്നു നിന്നിരുന്നതെന്ന്. When he looked back, he understood that a small step more could have caused him to fall. This shocking moment frightened him deeply. ആ കല്ല് വീണപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായി, ഒരടി കൂടി ഞാൻ വെച്ചിരുന്നെങ്കിൽ ഞാനും ആ കല്ലിനെ പോലെ മലയുടെ താഴേക്ക് പോയെന്ന്. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ഹെയർ സ്റ്റാൻഡ് ഓൺ എൻഡ് എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നത്. അദ്ദേഹത്തിന് അത്രയും പേടിപ്പെടുത്തിയ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നത് ഇതാണ്. ഇനി ലെറ്റ്സ് റിവൈൻഡ് എന്നുള്ള ഭാഗത്തിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിലാദ്യത്തെ ചോദ്യം വരുന്നത്, why does the author say that the birds had not read the textbooks? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലത്തെ ഒരു ചോദ്യം തന്നെയാണ്. പക്ഷികൾ ഞാൻ വായിച്ച ബുക്കുകളൊന്നും വായിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ്? The author says this because the birds behaved differently from what books described. അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം പുസ്തകങ്ങളിൽ ഡിസ്ക്രൈബ് ചെയ്ത പോലെയല്ല അവർ പെരുമാറിയത്. അവർ ബിഹേവ് ചെയ്തത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടായിരുന്നു. While observing them from a height, he noticed unusual actions that were not mentioned in textbooks. ടെക്സ്റ്റ് മെൻഷൻ ചെയ്യാത്തത്രയും അൺയൂഷ്വൽ ആയിട്ടുള്ള രീതിയിലാണ് പക്ഷികൾ ബിഹേവ് ചെയ്തത്. ദിസ് ഷോഡ് ദാറ്റ് ദ ബേർഡ്സ് ഡു നോട്ട് ഓൾവേസ് ഫോളോ എ ഫിക്സഡ് പാറ്റേൺ. ഇത് കാണിക്കുന്നത് എന്താണ്? പക്ഷികൾ എപ്പോഴും പുസ്തകങ്ങളിലെ പോലെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള രീതിയിലല്ല ബിഹേവ് ചെയ്യുന്നത്. ദ റിയൽ ലൈഫ് ബിഹേവിയർ ഈസ് മോർ സർപ്രൈസിംഗ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ.
പക്ഷികൾ റിയൽ ലൈഫിൽ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള രീതിയിലാണ്. നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവ ബിഹേവ് ചെയ്യുന്നത്. സോ ഹി ഹ്യൂമറസ്ലി സീസ് ദ ബേർഡ്സ് ഹാഡ് നോട്ട് റെഡ് ദ ബുക്ക്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം തമാശ രൂപത്തിൽ പറയുന്നത്, ഞാൻ വായിച്ച പുസ്തകങ്ങൾ പക്ഷികൾ വായിച്ചിട്ടില്ല, അതുകൊണ്ട് അതുപോലെ എല്ലാവരും ബിഹേവ് ചെയ്യുന്നത്. വൈ ഡു പീപ്പിൾ എൻഗേജ് ഇൻ സച്ച് അഡ്വഞ്ചറസ് ബട്ട് ചാലഞ്ചിങ് ആക്ടിവിറ്റീസ്? ഇപ്പൊ മനുഷ്യർ എന്തുകൊണ്ടാണ് ഇത്രയും സാഹസികമായ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത്? അപ്പൊ നമുക്കും കുറെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാവും അല്ലേ? People engage in such activities because they enjoy the thrill of discovering new things. ഇപ്പോൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിലുള്ള ഒരു ത്രില്ല്, ഒരു സന്തോഷം കാരണമാണ് ആളുകൾ കൂടുതലായിട്ട് ഇങ്ങനത്തെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ആവുന്നത്. അഡ്വഞ്ചർ ഗിവ്സ് ദം എക്സൈറ്റ്മെന്റ് ആൻഡ് അൺഫർഗെറ്റബിൾ എക്സ്പീരിയൻസ്. സാഹസികത നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് തരുന്നത്. Bird watchers like Salim Ali feel great satisfaction when they see rare birds or explore new places. പുതിയ സ്ഥലങ്ങൾ കാണുകയോ അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടുള്ള പക്ഷികളെയൊക്കെ കണ്ടുപിടിക്കുമ്പോൾ സലിം അലിയെ പോലെയുള്ള പക്ഷി നിരീക്ഷകർക്ക് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. ഈവൻ വിത്ത് റിസ്ക്സ് ദ ജോയ് ഓഫ് ലേണിംഗ് ആൻഡ് എക്സ്പ്ലോറിംഗ് നേച്ചർ എൻകറേജസ് ദം. ചാലഞ്ച് ആണെങ്കിലും റിസ്ക്സ് ഒക്കെ ഉണ്ടെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പ്രകൃതിയെയൊക്കെ എൻജോയ് ചെയ്യുന്നത് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കൊടുക്കുന്നത്. ദീസ് എക്സ്പീരിയൻസസ് ബിക്കം പ്രഷ്യസ് മെമ്മറീസ് ഇൻ ദെയർ ലൈഫ്സ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ എക്സ്പീരിയൻസ് വളരെ നല്ല മെമ്മറീസ് ആയിട്ടാണ് എപ്പോഴും നിലനിൽക്കുക. ഇനി അടുത്ത ചോദ്യം വരുന്നത്, നറേറ്റ് ദ ഇൻസിഡന്റ് ഓഫ് ദ യെല്ലോ നേപ്ഡ് യുഹീന. സാലിം അലി യെല്ലോ നേപ്ഡ് യുഹീന എന്ന ബേർഡിനെ കണ്ടപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് അവിടെ പറയുന്നുണ്ട്. അത് നറേറ്റ് ചെയ്യാനാണ് പറയുന്നത്. While walking along a narrow Himalayan trail, Salim Ali saw a yellow-naped Yuhina sitting on a bush. ഹിമാലയൻ ട്രയലിലൂടെ നടക്കുമ്പോൾ ഒരു യെല്ലോ നേപ്ഡ് യുഹീന ഒരു ബുഷിലിരിക്കുന്നത് സാലിം അലി കാണാനിടയായി. He focused on the bird through his binoculars and stepped back to get a clear view. അദ്ദേഹത്തിന്റെ ബൈനോക്കുലേഴ്സിലൂടെ ഈ യുഹീന ബേർഡിനെ നോക്കി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട്, കുറച്ചുകൂടി നല്ല രീതിയിൽ കാണാനായിട്ട് കുറച്ച് പിന്നിലേക്ക് ഇറങ്ങുകയാണ്. Without realizing it, he was at the edge of a deep drop with 1,000-foot cliff behind him. തൊട്ടടുത്ത് 1000 അടി താഴ്ചയാണ് എന്ന് അറിയാതെയാണ് ആൾ പിന്നിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത്. A pebble slipped under his feet and rolled down, making him look back. അപ്പോൾ ആളുടെ കാലിന്റെ അടിയിൽ നിന്ന് ഒരു കല്ല് ഉരുണ്ട് ഈ മലയിൽ നിന്ന് താഴേക്ക് വീഴാണ്. അപ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നത്. He was shocked to see that he was only inches away from falling, and this was frightening experience made his hair stand on end. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്, ഒരടി കൂടി ഞാൻ പിന്നിലേക്ക് വെച്ചാൽ ആ കല്ല് വീണതുപോലെ ഞാനും ഈ മലമുകളിൽ നിന്ന് താഴേക്ക് വീണേനെന്ന്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ ലൈഫിലെ ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ യെല്ലോ നേപ്ഡ് യുഹീന എന്ന ബേർഡിനെ കണ്ടപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ലൈഫിലെ ഈ ഷോക്കിംഗ് ഇൻസിഡന്റ്. ഇവിടെ നമ്മുടെ ലെറ്റ്സ് റിമൈൻഡ് എന്നുള്ള ചോദ്യം കഴിയാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ്. The forest guard cautions Salim Ali and Omar of the possible dangers of exploring Parambikulam and also the etiquette to be followed while trekking in a forest. ഇപ്പോൾ ഫോറസ്റ്റ് ഗാർഡ് സാലിം അലിക്കും ആന്ത്രപ്പോളജിസ്റ്റ് ആയിട്ടുള്ള ഒമറിനും നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. പറമ്പിക്കുളം ഡാമിൽ അല്ലെങ്കിൽ അവിടെ ട്രെക്ക് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവിടുത്തെ അപകടങ്ങളൊക്കെയാണ് പറയുന്നത്. Write down the instructions that he might have given them. അപ്പോൾ ആ ഫോറസ്റ്റ് ഗാർഡ് സാലിം അലിക്കും ഒമറിനും കൊടുത്ത നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പേടിക്കേണ്ടതായിട്ടുള്ള ഡേഞ്ചേഴ്സ് ഒക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. ആദ്യത്തെ വരുന്നത് walk only on the marked forest trails. ആദ്യത്തെ വരുന്നത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള വഴിയിലൂടെ മാത്രം നടക്കുക. Keep your voice low and avoid sudden loud noises. നമ്മളുടെ ശബ്ദം വളരെ കുറച്ച് സംസാരിക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് ഊളിയിടുക, അങ്ങനെ ഉറക്കെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല. ഡു നോട്ട് ഗോ നിയർ എലിഫന്റ്സ് ഓർ അതർ വൈൽഡ് ആനിമൽസ്. ആനയുടെയോ അല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങളുടെയോ അടുത്തേക്ക്, വളരെ അടുത്തേക്ക് പോകരുത്. നെവർ റൺ അൺലെസ് യു ആർ ഇൻ എ ഡേഞ്ചർ. മൂവ് അവേ കാംലി. അപ്പോൾ നമ്മളൊരു വലിയ അപകടത്തിലല്ലാത്ത പക്ഷം ഓടരുത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും കാമായിട്ട് പതുക്കെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ തിരിച്ചു വരിക. സ്റ്റേ ക്ലോസ് ടു ദ ഗ്രൂപ്പ് ആൻഡ് ഡു നോട്ട് വാണ്ടർ ഓഫ് എലോൺ. നമ്മൾ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്, അപ്പോൾ കൂട്ടത്തോടെ തന്നെ നിൽക്കുക. ഒറ്റയ്ക്ക് വഴി മാറി പോവാതെ എപ്പോഴും കൂട്ടത്തോടെ തന്നെ നിൽക്കുക. ബി അലേർട്ട് ഫോർ സൗണ്ട് ഓഫ് ആനിമൽസ് എസ്പെഷ്യലി ഇൻ ടോൾ ഗ്രാസ്. വലിയ നല്ല ഉയരം കൂടിയ നീളം കൂടിയ പുല്ലുകളുടെ അടുത്താണെങ്കിൽ നമ്മൾ മൃഗങ്ങളുടെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. അവോയ്ഡ് സ്ട്രോങ് പെർഫ്യൂംസ് ആസ് ദേ മേ അട്രാക്ട് ഇൻസെക്ട്സ്. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഉപയോഗിക്കാതിരിക്കുക, അത് ചിലപ്പോൾ ഇൻസെക്ട്സിനെയൊക്കെ അട്രാക്ട് ചെയ്യും. ഡു നോട്ട് ഡിസ്റ്റർബ് നെസ്റ്റ്, പ്ലാന്റ്സ് ഓർ ആനിമൽ ഹാബിറ്ററ്റ്സ്. പക്ഷികളുടെ കൂടുകളോ അല്ലെങ്കിൽ ചെടികളോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഹാബിറ്ററ്റ് ആയിട്ടുള്ള ആവാസ വ്യവസ്ഥയോ ഒന്നും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. ക്യാരി ഓൺലി എസെൻഷ്യൽ ഐറ്റംസ് ആൻഡ് കീപ് യുവർ ഹാൻഡ്സ് ഫ്രീ. നമുക്ക് അത്രയും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം കയ്യിൽ കൊണ്ടുപോകാം. നമ്മുടെ കൈകൾ എപ്പോഴും ഒഴിഞ്ഞതായിട്ടാണ് പോകുന്നത് നല്ലത്.
ഇഫ് ആൻ എലിഫന്റ് ഇസ് സ്പോട്ടഡ് ക്വിക്ലി റിട്രീറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഒരു ആനയെ കണ്ടാൽ തന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരിക എന്നൊക്കെയാണ് ഇവിടെ നിർദ്ദേശങ്ങളായിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത ആക്ടിവിറ്റി വരുന്നത് ഒരു സ്പീച്ചാണ്. A memorial lecture is conducted to honor Induchoodan, the Birdman of Kerala. ഇപ്പൊ നമ്മൾ ബേർഡ്മാൻ ഓഫ് ഇന്ത്യ എന്ന സാലിം അലീനെ കണ്ടു അല്ലേ? ഇവിടെ ബേർഡ്മാൻ ഓഫ് കേരള എന്ന് പറയുന്ന ഇന്ദുചൂഡൻ എന്ന വ്യക്തിയെ ആദരിക്കാനായിട്ട് നമ്മൾ ഒരു ലെക്ചർ നടത്തുകയാണ്, ഒരു ക്ലാസ് നടത്തുകയാണ്. A noted bird watcher is invited to deliver the lecture. അപ്പോൾ വളരെ പ്രശസ്തനായ ഒരു പക്ഷി നിരീക്ഷകനെ തന്നെയാണ് ഈ ലെക്ചർ നടത്താനായിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഡ്രാഫ്റ്റ് ദ സ്പീച്ച് ദാറ്റ് ഹി ഈസ് ലൈക്ലി ടു ഡെലിവർ. അപ്പൊ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന ആ സ്പീച്ചാണ് നമുക്കിവിടെ എഴുതേണ്ടത്. യു മേ സൈറ്റ് ഇൻസ്റ്റൻസസ് ഫ്രം ട്രിൽസ് ആൻഡ് ത്രിൽസ്. സാലിം അലിയുടെ ട്രിൽസ് ആൻഡ് ത്രിൽസിൽ നിന്ന് നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ എടുക്കാവുന്നതാണ്. നമുക്ക് ആ സ്പീച്ച് വായിക്കാം. ഗുഡ് മോർണിംഗ് ടു എവ്രി വൺ ഗാദർഡ് ഹിയർ. I am honored to deliver the memorial lecture in memory of Induchoodan, the Birdman of Kerala, who devoted his life to understanding and protecting our bird wealth. ആദ്യം തന്നെ ഗ്രീറ്റ് ചെയ്യാണ്. എന്നിട്ട് എന്താ പറയുന്നത്? കേരളത്തിന്റെ ബേർഡ്മാൻ എന്നറിയപ്പെടുന്ന ഇന്ദുചൂഡന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നടത്തുന്ന മെമ്മോറിയൽ ലെക്ചറിന് സംസാരിക്കാനായിട്ട് വിളിച്ചതിൽ ഞാൻ വളരെയധികം പ്രൗഡാണ്. ആൻഡ് പിന്നെ അദ്ദേഹത്തെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഹു ഡിവോട്ടഡ് ഹിസ് ലൈഫ് ടു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രൊട്ടക്ടിങ് അവർ ബേർഡ് വെൽത്ത്. അദ്ദേഹത്തിന്റെ ലൈഫ് മുഴുവനായിട്ട് കേരളത്തിലെ പക്ഷികളെ പറ്റിയും അവയെ പറ്റി മനസ്സിലാക്കാനുമാണ് ആള് ഡിവോട്ട് ചെയ്തത്. India is blessed with extraordinary variety in bird life, and Kerala's forests, wetlands also offer countless opportunities for meaningful bird watching. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് ബേർഡ്സ് ഉള്ള ഒരു സ്ഥലമാണ്. കേരളത്തിലെ ഫോറസ്റ്റും വെറ്റ്ലാൻഡും ഇതുപോലെ തന്നെ വളരെ അർത്ഥവത്തായിട്ടുള്ള പക്ഷി നിരീക്ഷണത്തിന് നമുക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു സ്ഥലമാണ്. കാരണം അത്രയും വെറൈറ്റി ഓഫ് ബേർഡ്സ് ആണ് ഇവിടെ ഉള്ളത്. ബേർഡ് വാച്ചിങ് ഈസ് നോട്ട് ജസ്റ്റ് എ ഹോബി. It teaches patience, respect for nature and a deep sense of peace. പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത് വെറും ഒരു ഹോബിയല്ല. അത് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ക്ഷമ പഠിക്കാനായിട്ട് പറ്റും. കാരണം നമ്മൾ ഒരു ബേർഡിനെ അത്രയും കീനായിട്ട് അത്രയും ശ്രദ്ധയോടുകൂടി ഒബ്സർവ് ചെയ്യാണ്, ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അതിനെപ്പറ്റി പഠിക്കുകയാണ്. അപ്പോൾ നമുക്കത് പേഷ്യൻസ് പറഞ്ഞു തരുന്നു. റെസ്പെക്ട് ഫോർ നേച്ചർ, പ്രകൃതിയെ ബഹുമാനിക്കാനായിട്ട് നമ്മൾ പഠിക്കുന്നു. ആൻഡ് എ ഡീപ്പ് സെൻസ് ഓഫ് പീസ്, അതുപോലെ തന്നെ വളരെ ആഴത്തിലുള്ള ഒരു സമാധാനവും നമ്മൾ പഠിക്കുകയാണ്. As we read in The Fall of a Sparrow by Salim Ali, the field of ornithology is filled with excitement, discoveries and memorable moments. സാലിം അലിയുടെ ദ ഫോൾ ഓഫ് എ സ്പാരോ എന്ന വർക്കിൽ പറയുന്നത് പോലെ പക്ഷി നിരീക്ഷണം കുറേ കാര്യങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. എക്സൈറ്റ്മെന്റ് ഉണ്ട് അവിടെ, വളരെയധികം ആഹ്ലാദമുണ്ട്, നമ്മൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്, ഡിസ്കവറീസ് നടത്തുന്നുണ്ട്, ആൻഡ് കുറേ ഓർമ്മിക്കാനായിട്ട് കുറേ മൊമെന്റ്സ് ഉണ്ട്. It also reminds us that birds often behave differently from what we read in books. അതുപോലെ തന്നെ അതിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്ന പോലെയല്ല പക്ഷികൾ പെരുമാറുന്നതെന്ന്. അവർ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള പല ഡിഫറെന്റ് രീതിയിലായിരിക്കും അവിടെ പെരുമാറുന്നത്. മേക്കിംഗ് ഈച്ച് ഒബ്സർവേഷൻ യുണീക്ക്. അതുകൊണ്ട് തന്നെ ഓരോ നിരീക്ഷണവും യുണീക്കായി മാറുകയാണ്. കാരണം നമ്മൾ മുൻകൂട്ടി കണ്ട കാര്യങ്ങളല്ല ഓരോ നിരീക്ഷണത്തിലും നമ്മൾ കാണുന്നത്. At times, it may even involve risk, as seen when Salim Ali himself had close encounters with elephant. പല സമയങ്ങളിലും കുറെ റിസ്കുകളും അപകടങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. സാലിം അലി തന്നെ അദ്ദേഹം ആനയെ പറ്റിയുള്ള എൻകൗണ്ടറൊക്കെ അതിൽ പറയുന്നുണ്ട്. Let us continue to protect forests, wetlands and the fragile habitats that the birds depend on. അപ്പോൾ നമ്മൾ ഇനിയും നമ്മളുടെ കാടുകളെയും വെറ്റ്ലാൻഡ്സിനെയും പക്ഷികളുടെ അത്രയും ഫ്രജൈൽ ആയിട്ടുള്ള പെട്ടെന്ന് തകരാൻ സാധ്യതയുള്ള അവരുടെ ആവാസ വ്യവസ്ഥയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം. By observing them responsibly, we honor the legacy of great naturalists like Induchoodan. ഇത്തരത്തിൽ പ്രകൃതിയെയും പക്ഷികളുടെ ആവാസ വ്യവസ്ഥയൊക്കെ സംരക്ഷിക്കുന്നതിലൂടെ വളരെ മഹാന്മാരായിട്ടുള്ള പക്ഷി നിരീക്ഷകരുടെ പാരമ്പര്യമാണ് നമ്മൾ കാത്തുസൂക്ഷിക്കുന്നത്. ഇന്ദുചൂഡനെ പോലെയുള്ള പക്ഷി നിരീക്ഷകരുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനായിട്ട് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം, അതുപോലെ തന്നെ പക്ഷികളെ സംരക്ഷിക്കാം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഈ സ്പീച്ച് അവസാനിക്കുകയാണ്. താങ്ക് യു എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. നമ്മൾ സാലിം അലിയുടെ എക്സ്പീരിയൻസിൽ കണ്ട പല കാര്യങ്ങളും നമ്മളിവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. പുസ്തകങ്ങളിൽ കാണുന്നത് പോലെയല്ല റിയൽ ലൈഫിൽ പക്ഷികൾ പെരുമാറുക, അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർ കണ്ട റിസ്ക്സ് എന്തൊക്കെയാണ്, ആനയുമായിട്ടുള്ള എൻകൗണ്ടർ, ഇതൊക്കെ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്രീറ്റിംഗിൽ വെച്ച് തുടങ്ങുക, എന്നിട്ട് പറയാനുള്ള കാര്യങ്ങൾ പാരഗ്രാഫായിട്ട് പറയുക, അവസാനം ഒന്ന് കൺക്ലൂഡ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മളിവിടെ ഈ ലെക്ചർ, ഈ സ്പീച്ച് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി ഡിസ്കസ് ചെയ്യാം. ആക്ടിവിറ്റി 3A, read the observation diary of an ornithologist to record the details of bird watching. അപ്പോൾ ഒരു ഓർണിത്തോളജിസ്റ്റിന്റെ ഒബ്സർവേഷൻ ഡയറിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആള് ബേർഡ് വാച്ചിങ് ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്സർവേഷൻ ഡയറി. സ്റ്റഡി ദ സാമ്പിൾ ഡയറി ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന സാമ്പിൾ ഡയറി നോക്കാം നമുക്ക്. അതിൽ ആദ്യം ഡേറ്റ് ആണ് 24th December 1983. പിന്നെ സ്കൈ ഓവർകാസ്റ്റ്, സ്ലൈറ്റ് ഡ്രിസിൽ,
കാലാവസ്ഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്ലൈറ്റ് ഡ്രിസിൽ, ചെറിയ ചാറ്റൽ മഴയുണ്ട്. പിന്നെ ടൈം റൈറ്റ് എൻഡിൽ കൊടുത്തിട്ടുണ്ട് 3:50 PM. സൈസ്, ബേർഡിന്റെ സൈസ് വരുന്നത് സിമിലർ ടു പാലറ്റ് ഹാരിയർ. സൈസ് പാലറ്റ് ഹാരിയർ എന്ന് പറഞ്ഞ പക്ഷിയുടെ ആയിട്ട് സിമിലർ ആണ് എന്ന് പറയുന്നു. ഇനി ബേർഡിനെ പറ്റിയാണ് ഇവിടെ എഴുതുന്നത്. പൈഡ് ഹാരിയർ. The bird was sighted as it came flying over the paddy field. ബേർഡിനെ സൈറ്റ് ചെയ്തത്, കണ്ടത് എപ്പോഴാണ്? പാഡി ഫീൽഡിന്റെ, നെൽപ്പാടങ്ങളുടെ മുകളിലൂടെ അത് പറന്നു വരുമ്പോഴാണ് കണ്ടത്. The bird spent some time sailing over the water hyacinth at the edge of the lake. കുറച്ച് സമയം വാട്ടർ ഹയസിന്തിന്റെ മുകളിലായിട്ട് ലേക്കിന്റെ അറ്റത്ത് അത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. A marsh harrier tried to swoop at it as it flew toward the military dairy farm. അപ്പോൾ ഒരു മാർഷ് ഹാരിയർ എന്ന് പറഞ്ഞ ബേർഡ് അതിനടുത്തേക്ക് കുതിക്കാനായിട്ട്, സ്വൂപ്പ് എന്ന് പറഞ്ഞാൽ കുതിച്ച് അതിനടുത്തേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ്? അത് മിലിറ്ററി ഡയറി ഫാമിനടുത്തേക്ക് പറന്നുപോയപ്പോൾ. Where it flew over the grassy meadow disturbing the foraging cattle egret. അവിടെ അത് ആ ഗ്രാസി മെഡോയിൽ, ആ പുൽമേട്ടിലൊക്കെ പറന്ന് നടന്നു. ആൻഡ് എന്ത് ബേർഡിനെയാണ് അവിടെ ഡിസ്റ്റർബ് ചെയ്തത്? കാറ്റിൽ ഇഗ്രറ്റ്. ഫോറേജിംഗ് എന്ന് പറഞ്ഞാൽ തീറ്റ കണ്ടെത്തുന്ന, ഭക്ഷണം കണ്ടെത്തുന്ന കാറ്റിൽ ഇഗ്രറ്റ് എന്നുള്ള ബേർഡിനെ ഡിസ്റ്റർബ് ചെയ്ത് ഈ പൈഡ് ഹാരിയർ അവിടെ ഫ്ലൈ ചെയ്തു. Then it slowly lifted high in the sky and I watched till it was a speck in the sky. അങ്ങനെ അത് മെല്ലെ പറന്ന് ആകാശത്തേക്ക് പോയി. അങ്ങനെ ആകാശത്ത് ഒരു ചെറിയൊരു സ്പെക്ക് ആവുന്നത് വരെ ഞാൻ അതിനെ നോട്ട് ചെയ്തു. അത്രയും ദൂരം വരെ ഞാൻ അതിനെ ശ്രദ്ധിച്ചു. അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഇതൊരു സാമ്പിൾ ഡയറിയാണ്. ഒരു ഓർണിത്തോളജിസ്റ്റ് എന്തൊക്കെ എഴുതും എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ആദ്യം ഡേറ്റ് ഉണ്ട്, പിന്നെ ക്ലൈമറ്റ്, സ്കൈ ഓവർകാസ്റ്റ് ഉണ്ട്, പിന്നെ ആ ബേർഡിന്റെ സൈസ് എന്തുമായിട്ട് സിമിലർ ആണെന്ന് പറയുന്നു, പിന്നെ ഏത് സമയത്താണ് ഈ ബേർഡ് വാച്ചിങ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ബേർഡിന്റെ പേര് ടൈറ്റിലായിട്ട് പൈഡ് ഹാരിയർ എന്ന് കൊടുത്ത് ആ ബേർഡ് എന്തൊക്കെയാണ് ചെയ്തത്, വേറെ ഏതൊക്കെ ബേർഡ്സിന്റെ അടുത്തേക്ക് പോയി, എവിടെയാണ് അത് ഇരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒബ്സർവേഷൻ ഡയറിയിൽ പറയുന്നത്. ഇനി ഇവിടെയുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് now write down the features of a bird watcher's diary in the box given. ബേർഡ് വാച്ചറിന്റെ ഡയറിയിലെ ഫീച്ചേഴ്സ് ആണ് നമുക്കിവിടെ എഴുതേണ്ടത്. 2 കോളംസ് ആണുള്ളത്. ഫീച്ചർ ഐഡന്റിഫൈഡ്, നമ്മൾ കണ്ടെത്തിയ ഫീച്ചറും എവിഡൻസ് ഇൻ ദ സാമ്പിൾ ഡയറി, ആ ഫീച്ചറിനെ പറ്റി ഡയറിയിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് ഡേറ്റ് ആൻഡ് ടൈം ആണ്. ഡേറ്റ് ആൻഡ് ടൈം നമുക്കറിയാം ഏതാണ്? 24th December 1983. ടൈം വരുന്നത് 3:50 PM ആണ് അല്ലെ. അടുത്തത് സ്കൈ ഓവർകാസ്റ്റ് എന്ന് എവിഡൻസിലാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണ്? അത് വെതർ ആണ്. സ്കൈ ഓവർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ വെതർ ആണ്. അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് സ്ലൈറ്റ് ഡ്രിസിലാണ്, ചെറിയ ചാറ്റൽ മഴയുണ്ട്. അടുത്തത് സൈസ് ഓഫ് ദ ബേർഡ് ആണ് ഫീച്ചർ ആയിട്ട് വരുന്നത്. എന്താണ് സൈസ് ഓഫ് ദ ബേർഡ്? സിമിലർ ടു പാലറ്റ് ഹാരിയർ. പാലറ്റ് ഹാരിയർ എന്ന് പറഞ്ഞ പക്ഷിയുമായിട്ട് സിമിലർ ആയിട്ടുള്ള സൈസ് ആണെന്നാണ് എവിഡൻസിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്പീഷീസ് ഓഫ് ദ ബേർഡ് സൈറ്റഡ്. ഇവിടെ നിരീക്ഷണം ചെയ്ത പക്ഷിയുടെ സ്പീഷീസ് ഏതാണ്? പൈഡ് ഹാരിയർ ആണ് അല്ലെ, പൈഡ് ഹാരിയർ ആണ്. അടുത്തത് ദ ലൊക്കേഷൻ വേർ ദ ബേർഡ് വാസ് സൈറ്റഡ്. എവിടെയാണ് ഈ പക്ഷിയെ നമ്മൾ സൈറ്റ് ചെയ്തത്? എവിടെ വെച്ചിട്ടാണ് കണ്ടത്? പാഡി ഫീൽഡ്, വാട്ടർ ഹൈസൻത് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ലേക്ക്, ഗ്രാസി മെഡോ, മിലിറ്ററി ഡയറി ഫാം. ഇത്രയും സ്ഥലങ്ങളിലാണ് ഈ പക്ഷി പറന്നുപോയത്. അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് കണ്ടത്. എവിടെയൊക്കെയാണ്? പാഡി ഫീൽഡിൽ കണ്ടിട്ടുണ്ട്, വാട്ടർ ഹൈസൻത് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ലേക്ക്, ആ തടാകത്തിന്റെ അറ്റത്ത് വാട്ടർ ഹൈസന്തിന്റെ അടുത്ത് കണ്ടിട്ടുണ്ട്, ഗ്രാസി മെഡോ, പുൽമേഡിൽ കണ്ടിട്ടുണ്ട്, ആൻഡ് മിലിറ്ററി ഡയറി ഫാം. ഇതൊക്കെയാണ് ലൊക്കേഷൻ വരുന്നത്. അടുത്തത് ഫീച്ചർ ഓഫ് ദ ബേർഡ്. അപ്പൊ ആ പക്ഷിയുടെ പ്രത്യേകതയാണ് പറയേണ്ടത്. അതിലെന്തൊക്കെ വരാം? അപ്പിയറൻസ്, അത് എങ്ങനെയാണ് കാണാനെന്ന്, മൂവ്മെന്റ്സ്, അതിന്റെ മൂവ്മെന്റ്സിനെ പറ്റി, നേച്ചർ ഓഫ് കോൾസ്, അതിന്റെ ശബ്ദങ്ങൾ, ഫീഡിംഗ് ഹാബിറ്റ്സ്, ഭക്ഷണം കഴിക്കുന്ന രീതികൾ, റെസ്റ്റിംഗ് പാറ്റേൺ, എങ്ങനെയാണ് അത് റെസ്റ്റിംഗ് പാറ്റേൺ ഇരിക്കുന്നത്, അതൊക്കെയാണ് എഴുതേണ്ടത്. സെയിൽഡ് ഓവർ വാട്ടർ ഹൈസൻ, ഫ്ലൂ ഓവർ ദ മെഡോ ഡിസ്റ്റർബിംഗ് കാറ്റൽ ഇഗ്രറ്റ്, ഫൈനലി റോസ് ഹൈ ഇൻ ടു ദ സ്കൈ. അപ്പം വാട്ടർ ഹൈസന്തിന്റെ മുകളിലൂടെ പോയിട്ടുണ്ട്, പിന്നെ ഗ്രാസി മെഡോയിലാണ് ഇരുന്നത്, പിന്നെ കാറ്റൽ ഇഗ്രറ്റ് എന്നുള്ള ബേർഡിനെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്, അവസാനം റോസ് ഹൈ ഇൻ ടു ദ സ്കൈ, ആകാശത്തേക്ക് നല്ല ഉയരത്തിൽ പറന്നു പോവുകയാണ്. റെഫറൻസ് ടു അതർ ബേർഡ്സ്, അതാണ് അടുത്ത ഫീച്ചർ. വേറെ ഏതൊക്കെ പക്ഷികളെ പറ്റിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഏതൊക്കെ പക്ഷികളെ പറ്റിയാണ്? മാർഷ് ഹാരിയറും കാറ്റൽ ഇഗ്രറ്റും. ഈ 2 പക്ഷികളുടെ അടുത്തുകൂടിയാണ് ഈ പൈഡ് ഹാരിയർ പോയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 പക്ഷികളെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഒരു ബേർഡ് വാച്ചറിന്റെ ഒബ്സർവേഷൻ ഡയറിയിൽ ഉണ്ടാവുന്ന ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ്? ഡേറ്റ് ആൻഡ് ടൈം ഉണ്ട്, വെതർ ഉണ്ട്, കാലാവസ്ഥയുണ്ട്, പക്ഷിയുടെ വലിപ്പം, ആ പക്ഷിയുടെ സ്പീഷീസ്, അതിന്റെ പേരെന്താണ്, ഏതൊക്കെ സ്ഥലങ്ങളിൽ വെച്ചാണ് നമ്മൾ ഈ പക്ഷിയെ കണ്ടത്, ലൊക്കേഷൻ ഏതാണ്, പിന്നെ ആ പക്ഷിയുടെ ഫീച്ചേഴ്സ് ആണ് അടുത്തത് പറയുന്നത്. എന്തൊക്കെയാണ് അതിന്റെ അപ്പിയറൻസ്, കാണാൻ എങ്ങനെയാണ്, അതിന്റെ അനക്കം, അതെങ്ങനെയാണ് പറക്കുന്നത്, പിന്നെ അതിന്റെ ശബ്ദം, നേച്ചർ ഓഫ് കോൾസ്,
ഫീഡിംഗ് ഹാബിറ്റ്, അത് ഭക്ഷണം കഴിക്കുന്ന രീതി, റെസ്റ്റിംഗ് പാറ്റേൺ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഫീച്ചേഴ്സിൽ വരുന്നത്. അവസാനം റെഫറൻസ് ടു അതർ ബേർഡ്സ്, വേറെ ഏതൊക്കെ പക്ഷികളെ പറ്റിയാണ് ഈ ഒബ്സർവേഷൻ ഡയറിയിൽ പറഞ്ഞിരിക്കുന്നത് അതുകൂടി എഴുതണം. അപ്പൊ ഇതൊക്കെയാണ് ഒരു ബേർഡ് വാച്ചറുടെ ഡയറിയുടെ ഫീച്ചേഴ്സ്. ഈ ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമ്മുടെ അടുത്ത ആക്ടിവിറ്റി എന്താണ്, ഒരു ബേർഡ് വാച്ചറുടെ ഒബ്സർവേഷൻ ഡയറി എഴുതാനാണ്. അപ്പൊ ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വേറൊരു ബേർഡിനെ പറ്റിയാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ ബി ആക്ടിവിറ്റി നോക്കൂ. You visit Parambiculam Tiger Reserve and spot the broad-tailed grass wobbler. Write a bird watcher's diary. അപ്പൊ നമ്മൾ പറമ്പിക്കുളം ടൈഗർ റിസർവിൽ പോയിട്ട് നമ്മളുടെ കഥയിൽ പറഞ്ഞിരിക്കുന്ന ബ്രോഡ് ടെയിൽഡ് ഗ്രാസ് വോബ്ലർ എന്ന ബേർഡിനെ കാണുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒബ്സർവേഷൻ ഡയറിയിൽ ഇതിനെപ്പറ്റി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ കണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ച് എങ്ങനെയാണ് ഒരു ബേർഡ് വാച്ചറിന്റെ ഡയറി എഴുതാൻ നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ഫീച്ചേഴ്സ് ആണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. ആദ്യം ഡേറ്റ് ആണ് വരുന്നത്, 12th February 2025. അടുത്തത് കാലാവസ്ഥയാണ്, സ്കൈ ക്ലിയർ സോഫ്റ്റ് മോർണിംഗ് ലൈറ്റ്. ടൈം വരുന്നത് 8:15 AM ആണ്, രാവിലെ 8:15. ഇനി സൈസ്, പക്ഷിയുടെ വലിപ്പം എങ്ങനെയാണ്, വെരി സ്മോൾ, ടിപ്പിക്കൽ ഓഫ് ഗ്രാസ് വോബ്ലേഴ്സ്. ഗ്രാസ് വോബ്ലേഴ്സ് സാധാരണ കാണുന്നത് പോലെ തന്നെ വളരെ ചെറുതാണ്. അടുത്തത് ബേർഡിന്റെ ടൈറ്റിലായിട്ട് ബേർഡിന്റെ പേരാണ് വരുന്നത്, ബ്രോഡ് ടെയിൽഡ് ഗ്രാസ് വോബ്ലർ. ഇനി നമുക്ക് ആ പക്ഷിയുടെ ഫീച്ചേഴ്സ് എഴുതാം. The bird was spotted in the trail grassland of Parambiculam Tiger Reserve. പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ ഗ്രാസ് ലാൻഡിലാണ് ഈ പക്ഷിയെ ആദ്യം നമ്മൾ സ്പോട്ട് ചെയ്തത്. റസ്ലിംഗ് പാസ്റ്റ് വാസ് പോയിന്റഡ് ഔട്ട് ബൈ ദ ഫോറസ്റ്റ് ഗാർഡ് ആൻഡ് ദ ടൈനി വോബ്ലേഴ്സ് വാസ് സീൻ റൈസിംഗ് വിത്ത് എ ക്വിക്ക് ഫ്ലട്ടർ. ഫോറസ്റ്റ് ഗാർഡ് ആണ് പറഞ്ഞത് ഒരു റസ്ലിംഗ്, ഒരു ശബ്ദം കേൾക്കുന്നുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ശ്രദ്ധിച്ചപ്പോഴാണ് പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് ഈ വോബ്ലർ ബേർഡ് പറന്നുയർന്നത്. A perch was taken on a thin stem and its broad tail was flicked much like the tail of a prinia. അപ്പം ഒരു ചെറിയ സ്റ്റെമ്മിൽ, ഒരു ചെറിയ തണ്ടിൽ അത് ഇരിക്കുന്നുണ്ട്. പേർച്ചിയ എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ഇരിക്കുന്നതിനെയാ പറയുന്നത്. ഇരുന്നു, അതിനുശേഷം അതിന്റെ ആ നീളമുള്ള വാല് ഒന്ന് ഇളക്കുന്നുണ്ട്. അതിന്റെ വാലെന്ന് പറയുന്നത് ഒരു പ്രിനിയ എന്ന് പറഞ്ഞ ബേർഡിനായിട്ട് സിമിലർ ആണ്. പ്രിനിയ എന്ന് പറഞ്ഞാൽ ഒരു തരം കുരുവിയെയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ വാലുമായിട്ട് സിമിലർ ആണ് ഈ ഗ്രാസ് വോബ്ലറിന്റെയും വാല്. For a few moments, the bird was observed hopping in and out of the 5-foot grass. കുറച്ചു നേരത്തേക്ക് ആ പക്ഷിയെ നിരീക്ഷിച്ചു. അപ്പൊ അത് 5 അടി ഉയരമുള്ള പുല്ലുകളുടെ ഇടയിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഹോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉയരത്തിൽ ഇങ്ങനെ ചാടുന്നതിനെയാ പറയുന്നത്. A loud call from a myna was heard nearby. അപ്പൊ തൊട്ടടുത്ത് നിന്ന് ഒരു മൈനയുടെ ശബ്ദവും കേൾക്കുന്നുണ്ട്. But the warbler was kept low and hidden. പക്ഷെ ഈ വോബ്ലർ ഒളിച്ചിരിക്കുകയാണ്. Soon it was seen slipping back into the grass and only its soft trilling call was left behind. പെട്ടെന്ന് തന്നെ വീണ്ടും ആ പുലികളുടെ ഇടയിലേക്ക് വീണ്ടും ആ വോബ്ലർ പോവുകയാണ്. അവസാനം അതിന്റെ ആ ഒരു ശബ്ദം, ട്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ പക്ഷിയുടെ ശബ്ദമാണ്, ആ ശബ്ദം മാത്രമാണ് കേൾക്കാൻ പറ്റിയത്. അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എല്ലാ ഫീച്ചേഴ്സും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഡേറ്റ്, ടൈം, വെദർ, പക്ഷിയുടെ സൈസ്, പിന്നെ അതിന്റെ പേര്, പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ബേർഡ്സുമായിട്ട് ഒരു റെഫറൻസും ഇവിടെ വരുന്നുണ്ട്. ഒരു മൈനയെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ തന്നെ പ്രിനിയയുടെ സൈസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ വേറെ പക്ഷികളെ പറ്റിയും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ബേർഡ് വാച്ചറിന്റെ ഒബ്സർവേഷൻ ഡയറി എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, അത് നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ഫീച്ചേഴ്സ് ഒക്കെ വേണം അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനായിട്ട്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത ആക്ടിവിറ്റി വരുന്നത് ഒരു വെബ് പേജ് കോണ്ടന്റ് ആണ്. You have learned to create a web page in class 9. നമ്മൾ 9ാം ക്ലാസ്സിൽ ഒരു വെബ് പേജ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പഠിച്ചിട്ടുണ്ട്. Now develop the content of a web page on the tourist attractions of your village, town or city. Highlight the variety of birds in the area. അപ്പൊ നമ്മളുടെ ഏരിയയെ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് അല്ലെങ്കിൽ ടൗൺ അല്ലെങ്കിൽ സിറ്റിയെ പറ്റിയിട്ട് നമുക്കൊരു വെബ് പേജ് കോണ്ടന്റ് ആണ് തയ്യാറാക്കേണ്ടത്. അത് ടൂറിസ്റ്റ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് വേണം തയ്യാറാക്കാനായിട്ട്. അതിൽ നമ്മൾ ചേർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് ബേർഡ്സ് ഇൻ അവർ ഏരിയ ആണ്. നമ്മളുടെ ഏരിയയിലെ വ്യത്യസ്ത തരം പക്ഷികളെ പറ്റിയും യു മേ ഓൾസോ ഇൻക്ലൂഡ് ഡീറ്റെയിൽസ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ് ടു. ദേശാടന കിളിയെ പറ്റിയും നമുക്ക് അതിൽ ചേർക്കാം. അപ്പൊ നമുക്കൊരു വെബ് പേജ് കോണ്ടന്റ് തയ്യാറാക്കണം, ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഏരിയയെ പറ്റിയുള്ള എല്ലാ പ്രത്യേകതകളും, പ്രത്യേകിച്ച് നമ്മളുടെ ഏരിയയിലെ വെറൈറ്റി ഓഫ് ബേർഡ്സിനെ പറ്റിയും മൈഗ്രേറ്ററി ബേർഡ്സിനെ പറ്റിയുമാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഒരു വെബ് പേജ് കോണ്ടന്റ് വരിക നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് അപ്പോൾ ഒരു വെബ് പേജ് കോണ്ടന്റ് വരുന്നത്. ഗ്രീൻ പാരഡൈസ് എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വില്ലേജിന്റെ പേര് നിങ്ങൾ ഹെഡിങ് കൊടുക്കുക. About the place, ആദ്യം ആ സ്ഥലത്തെ പറ്റിയാണ് പറയുന്നത്. Green Paradise is a quiet village tucked away among emerald paddy fields, coconut groves and gently rolling hills. A slow-moving stream winds through the village, feeding small ponds and lush kitchen gardens.
ഗ്രീൻ പാരഡൈസിനെ പറ്റി പറയുന്നത് എന്താണ്, വളരെ ക്വയറ്റ് ആയിട്ടുള്ള സമാധാനമുള്ള ഒരു ഗ്രാമമാണ്. മരതകം പോലെയുള്ള നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും മലനിരകളൊക്കെ ഉള്ള ഒരു ഗ്രാമമാണ് ഇത്. ഇവിടുത്തെ ചെറിയ കുളത്തിനും കൃഷികൾക്കൊക്കെ വേണ്ടി ഒരു ചെറിയ അരുവി കൂടി ഇവിടെ ഒഴുകുന്നുണ്ട്. ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആൻഡ് തിങ്സ് ടു സീ. ടൂറിസ്റ്റ് പ്രധാനമായിട്ടും കാണേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പാഡി ഫീൽഡ്സ് അറ്റ് ഡോൺ, wide green sheets broken by farmers' huts and water-filled channels reflecting the sky. പാഡി ഫീൽഡ് സന്ധ്യാസമയത്ത്. കോക്കനട്ട് ആൻഡ് എറേക്ക ഗ്രോവ്സ്, അപ്പൊ തെങ്ങിന്റെയും അടക്കയുടെയും തോപ്പുകളാണ് അടുത്തത്. പെർഫെക്റ്റ് ഫോർ ഷെയ്ഡഡ് വാക്സ് ആൻഡ് ബേർഡ് വാച്ചിങ്, പക്ഷി നിരീക്ഷണത്തിന് പറ്റിയ സ്ഥലമാണ്, അതുപോലെ തന്നെ തണലിനും. ദി വില്ലേജ് സ്ട്രീം ആൻഡ് പോൺസ്, അരുവിയും കുളങ്ങളും. ഗുഡ് സ്പോട്ട് ഫോർ ക്വൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് ഫോട്ടോഗ്രാഫി, ഫോട്ടോഗ്രാഫിക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് ഇതെന്നാണ് പറയുന്നത്. അടുത്തത് ബേർഡ്സ് യു ക്യാൻ സീ, റെസിഡന്റ് സ്പീഷീസ്, അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പക്ഷികളെ പറ്റിയാണ് അടുത്തത് പറയുന്നത്. കോമൺ ടൈലർ ബേർഡ്, ഇന്ത്യൻ കോയൽ, വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷർ, പോണ്ട് ഹെറോൺ ആൻഡ് ലിറ്റിൽ ഇഗ്രറ്റ്, ഓറിയന്റൽ മാഗ്പി റോബിൻ, സൺബേർഡ്സ് ഫീഡിംഗ് ഓൺ ഫ്ലവേഴ്സ്. ഇതൊക്കെയാണ് ഇവിടെയുള്ള റെസിഡന്റ് സ്പീഷീസ്, ഇവിടെയുള്ള പക്ഷികൾ. ഇനി ദേശാടന പക്ഷികളായിട്ട് വരുന്ന മൈഗ്രേറ്ററി വിസിറ്റേഴ്സ് ആരൊക്കെയാണ്? ബ്ലാക്ക്ടെയിൽസ് ആൻഡ് പിപ്പിറ്റ്സ്, സ്മോൾ ഷോർ ബേർഡ്സ് ഇൻ ഫ്ലഡഡ് പാഡി മാർജിൻസ് ആഫ്റ്റർ ഹെവി റെയിൻ, some flycatchers and warblers passing through during migration. ഇതൊക്കെയാണ് ഇവിടെ വരുന്ന ദേശാടന കിളികൾ. ക്ലോത്തിങ് ആൻഡ് ഗിയർ, നമ്മൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾ ഏതൊക്കെയാണ്? വെയർ മ്യൂട്ടഡ് കളേഴ്സ് ആൻഡ് കംഫർട്ടബിൾ ഫ്രൂട്ട് വെയർ, വളരെ പതിഞ്ഞ നിറങ്ങളും കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പുകളും ധരിക്കുക. ബ്രിങ് ബൈനോക്കുലേഴ്സ്, വാട്ടർ, ഹാറ്റ്, സൺസ്ക്രീൻ ആൻഡ് ഇൻസെക്ട് റിപ്പലന്റ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കയ്യിൽ കരുതേണ്ട സാധനങ്ങൾ. ലോക്കൽ ഗൈഡ്, hire a local youth or guide where possible. They know the best sports and stories. അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുറച്ചുകൂടി നന്നായിട്ട് സ്ഥലങ്ങളെ പറ്റി അറിയാം. അപ്പോൾ ഒരു ലോക്കൽ യൂത്തിനെയോ അല്ലെങ്കിൽ ഒരു ഗൈഡിനെയോ നിങ്ങൾ ഹയർ ചെയ്യാം. ഇങ്ങനെയാണ് ഈ വെബ് പേജ് കോണ്ടന്റ് അവസാനിക്കുന്നത്. അവസാനം എൻജോയ് യുവർ വിസിറ്റ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു വെബ് പേജ് കോണ്ടന്റിൽ വരുന്നത്. നമ്മളുടെ വില്ലേജിനെ പറ്റി ഒരു എബൌട്ട്, എന്താണ് നമ്മുടെ വില്ലേജ്, എവിടെയാണെന്നൊക്കെ പറയുന്നു, നമ്മുടെ വില്ലേജിന്റെ പ്രത്യേകതകൾ പറയുന്നു. അതിനുശേഷം ടൂറിസ്റ്റുകൾ കാണേണ്ട സ്ഥലങ്ങൾ, പിന്നെ നമ്മുടെ നാട്ടിലെ റെസിഡന്റ് ബേർഡ്സും മൈഗ്രേറ്ററി ബേർഡ്സും, ഇവിടെയുള്ള പക്ഷികളും, പിന്നെ മൈഗ്രേറ്ററി ആയിട്ട് ദേശാടന കിളികളും, പിന്നെ ടൂറിസ്റ്റുകൾക്കുള്ള ഒരു ടിപ്പ്. ഇങ്ങനെയാണ് ഒരു വെബ് പേജിൽ വരുന്ന കോണ്ടന്റ്. അവസാനം എൻജോയ് യുവർ വിസിറ്റ് എന്നാണ് പറയുന്നത്. ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു വെബ് പേജ് കോണ്ടന്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത ആക്ടിവിറ്റിയിൽ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഓൾസോ നോൺ ആസ് ദി സലിം അലി ബേർഡ് സാങ്ച്വറി, ദി സാങ്ച്വറി ഈസ് ഹോം ടു മെനി റയർ ബേർഡ് സ്പീഷീസ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ. അപ്പൊ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയുടെ വേറെ പേര് എന്ന് പറയുന്നത് സാലിം അലി ബേർഡ് സാങ്ച്വറിയാണ്. കുറെ റയർ ആയിട്ടുള്ള പക്ഷികൾക്ക് ഒരു ഹോമാണ് ഈ ബേർഡ് സാങ്ച്വറി. Over 300 species of birds like Sri Lankan frogmouth, racket-tailed drongo, bronzed drongo, white-bellied trippi, shama, yellow-browed bulbul, Rufous babbler, Malabar parakeet, white-bellied blue flycatcher and Malabar grey hornbill can be sighted in the sanctuary that is spread across 25 square kilometers. ഇപ്പോൾ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന പക്ഷികളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 25 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ആക്ടിവിറ്റി എന്താണ്? ഐഡന്റിഫൈ അതർ ബേർഡ് സാങ്ച്വറീസ് ഇൻ കേരള, സ്റ്റഡി ദ വെറൈറ്റി ഓഫ് ബേർഡ്സ് ദറ്റ് ലിവ് ദർ ആൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ് ടു. ഇപ്പൊ കേരളത്തിലെ മറ്റ് പക്ഷി സങ്കേതങ്ങൾ കണ്ടുപിടിച്ച് അവിടെ വസിക്കുന്ന പക്ഷികളുടെ പേരും അതുപോലെ തന്നെ ദേശാടന കിളികളുടെ പേരും കണ്ടുപിടിക്കാം. കുമരകം ബേർഡ് സാങ്ച്വറിയിലെ മൈഗ്രേറ്ററി ബേർഡ്സ് ആയിട്ട് വരുന്നത് പിൻടെയിൽ, സൈബീരിയൻ ക്രെയിൻ ഒക്കെയാണ്. അടുത്തത് കടലുണ്ടി ബേർഡ് സാങ്ച്വറി ആണ്. അവിടെ ഹാബിറ്ററ്റ് ആയിട്ടുള്ളത് മലബാർ ഹോൺബിൽ, കിങ് ഫിഷേഴ്സ്, വുഡ് പെക്കേഴ്സ്, ബ്രാഹ്മിണി കൈറ്റ്സ്, ഇത്രയും ബേർഡ്സിനാണ്. ഇനി അവിടെ ദേശാടന കിളികളായിട്ട് ആരൊക്കെയാണ് വരുന്നത്? ടേൺസ്, ഗൾസ് ആൻഡ് സാൻഡ് പൈപ്പേഴ്സ്, ഇത്തരം പക്ഷികളാണ് കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത്. അടുത്തത് ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. അവിടെ ബുൾബുൾ, വൈറ്റ് ബെല്ലീഡ് ബ്ലൂ ഫ്ലൈ ക്യാച്ചർ, ഇത്രയും ബേർഡ്സ് ആണ് ഹാബിറ്ററ്റ് ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആൻഡ് അവിടെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് മലബാർ ട്രോഗോൺ, ഒക്കേഷണൽ മൈഗ്രന്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇത്രയാണ് ബേർഡ് സാങ്ച്വറീസും അവിടെ താമസിക്കുന്ന പക്ഷികളും പിന്നെ അവിടെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന പക്ഷികളും. ഇനി നമുക്കിവിടെ വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ്. കേരളത്തിലെ ബേർഡ് വെൽത്തിനെ പറ്റിയിട്ട്, കേരളത്തിലെ പക്ഷികളെ പറ്റിയാണ് നമുക്ക് റൈറ്റപ്പ് തയ്യാറാക്കേണ്ടത്. അതുപോലെ തന്നെ അതിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി നമ്മൾ ആ റൈറ്റപ്പിൽ എഴുതണം. അപ്പൊ നമുക്ക് റൈറ്റപ്പ് വായിക്കാം. കേരള ഈസ് ബ്ലെസ്ഡ് വിത്ത് എ റിച്ച് ബേർഡ് വെൽത്ത് owing to its diverse landscape of wetland, forest and coastal belt.
ഇപ്പൊ കേരളത്തിൽ റിച്ച് ബേർഡ് വെൽത്ത് ഉണ്ട്, അത്രയും വെറൈറ്റി ഓഫ് ബേർഡ്സ് ഉണ്ട്. ആൻഡ് അതിന് കാരണം തന്നെ നമ്മുടെ ഇവിടുത്തെ ഡൈവേഴ്സ് ലാൻഡ്സ്കേപ്പ് ആണ്. പലതരത്തിലുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത്. ഫോറസ്റ്റ് ഉണ്ട്, വെറ്റ്ലാൻഡ് ഉണ്ട്, കോസ്റ്റൽ റീജിയൻ ഉണ്ട്, കടൽ തീരമൊക്കെ ഉണ്ട്. അപ്പം പല റീജിയൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഭൂപ്രകൃതിയിൽ വെറൈറ്റി ഓഫ് ബേർഡ്സ് ആണ് നമുക്കുള്ളത്. Bird sanctuaries like Kumaragam, Kadalundi and Chimney play a crucial role in protecting this natural heritage. പല ബേർഡ് സാങ്ച്വറീസും ഈ നാച്ചുറൽ ഹെറിറ്റേജിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും കുറെ പരിശ്രമിക്കുന്നുണ്ട്. The backwaters of Kumaragam support a variety of birds such as egrets, herons, darters, waterfowls, cuckoos and owls, making it a vibrant haven for bird lovers. ഇപ്പോൾ കുമരകം ബാക്ക് വാട്ടേഴ്സ് ഇത്രയും ബേർഡ്സിനെ സംരക്ഷിക്കാനായിട്ട് അവിടുത്തെ കാലാവസ്ഥ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ബേർഡ് സാങ്ച്വറീസ് പക്ഷി സ്നേഹികൾക്ക് ഒരു സ്വർഗം പോലെയാണെന്നാണ് പറയുന്നത്. Each habitat offers safe nesting grounds and abundant food sources, enabling several species to thrive throughout the year. ഓരോ ഹാബിറ്ററ്റിലും ഓരോ ആവാസ വ്യവസ്ഥയിലും അവർക്ക് ആ വർഷം കടന്നു പോകാനായിട്ടുള്ള ഫുഡും നെസ്റ്റിംഗ് ഹാബിറ്ററ്റും അവർക്ക് നെസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യവും എല്ലാം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വർഷം മുഴുവനായിട്ട് അവർക്ക് ഈ ഹാബിറ്ററ്റിൽ ഒരു പ്രശ്നവും ഇല്ലാതെ നിൽക്കാനായിട്ട് പറ്റും. അടുത്തത് കടലുണ്ടി ബേർഡ് സാങ്ച്വറിയെ പറ്റിയാണ് പറയുന്നത്. Kadalundi Bird Sanctuary, situated near the estuary where the Kadalundi River meets the Arabian Sea, shelters Malabar hornbills, kingfishers, woodpeckers and Brahmini kites. ഇപ്പൊ കടലുണ്ടി ബേർഡ് സാങ്ച്വറി നിലനിൽക്കുന്നത് എവിടെയാണ്? കടലുണ്ടി റിവർ അറേബ്യൻ സീയെ ബന്ധിക്കുന്ന ആ സ്ഥലത്താണ് നിൽക്കുന്നത്. ആൻഡ് അവിടുത്തെ ബേർഡ്സ് ഏതൊക്കെയാണ്? മലബാർ ഹോൺബിൽ, കിങ് ഫിഷേഴ്സ്, വുഡ് പെക്കേഴ്സ് ആൻഡ് ബ്രാഹ്മിണി കൈറ്റ്സ്. ഇതൊക്കെയാണ് കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ബേർഡ്സ്. The region is also famous for its visiting migratory birds like terns, gulls and sandpipers. അതുപോലെ തന്നെ കടലുണ്ടി അവിടെ വരുന്ന ദേശാടന കിളികളായ terns, gulls, sandpipers ഇതിന്റെ പേരിലും പ്രശസ്തമാണ്. In the lush forest of the Chimney Wildlife Sanctuary, birds such as bulbuls, white-bellied blue flycatchers and the striking Malabar trogon find ideal living conditions. ചിമ്നി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഇത്രയും തിക്കായിട്ടുള്ള ഫോറസ്റ്റ്, അവിടെ കാടാണ് കൂടുതൽ. അവിടെ കൂടുതലായിട്ട് നമുക്ക് ബുൾബുളിനെയും വൈറ്റ് ബെല്ലീഡ് ബ്ലൂ ഫ്ലൈ ക്യാച്ചറിനെയും മലബാർ ട്രോഗോണൊക്കെയാണ് കാണാനായിട്ട് പറ്റുക. അതാണ് അവരുടെ ഐഡിയൽ ലിവിംഗ് കണ്ടീഷൻ, ഈ ഫോറസ്റ്റ് ആണ്. These sanctuaries highlight the rich biodiversity of Kerala and the unique environments that different species depend on for survival. അപ്പൊ ഈ ബേർഡ് സാങ്ച്വറീസ്, പല ഡിഫറെന്റ് ആയിട്ടുള്ള ബേർഡ് സാങ്ച്വറീസിലും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം കേരളത്തിലെ ബയോഡൈവേഴ്സിറ്റിയാണ്. അത്രയും റിച്ച് ആയിട്ടുള്ള ഡൈവേഴ്സ് ഓർഗാനിസംസ് ആണ് കേരളത്തിലുള്ളത്. ആൻഡ് ഓരോ ഓർഗാനിസംസിനും അവർക്ക് ജീവിക്കാനായിട്ടുള്ള ഐഡിയൽ കണ്ടീഷനും ഓരോ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ യുണീക്ക് എൻവയറൺമെന്റിലാണ് ഓരോ ജീവികളും അല്ലെങ്കിൽ ഓരോ ബേർഡ്സും ജീവിക്കുന്നത്. ഈ സാങ്ച്വറീസ് അതായത് പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. Every year, migratory birds travel thousands of kilometers from distant regions like Siberia and Europe to reach Kerala's warmer wetlands and forests. ഓരോ വർഷവും ദേശാടന കിളികൾ 1000ഓളം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് കേരളത്തിലെ വെറ്റ്ലാൻഡിലും ഫോറസ്റ്റിലും എത്തുന്നത്. സൈബീരിയയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെയുള്ള പക്ഷികളാണ് ദേശാടനം ചെയ്ത് കേരളത്തിലെ ഫോറസ്റ്റുകളിലും വെറ്റ്ലാൻഡിലും എത്തുന്നത്. Species such as the pintail, gargani, Siberian crane traditionally arrive at Kumaragam, while several occasional migrants visit forested areas. ഇപ്പോൾ കുമരകത്ത് വരുന്ന മൈഗ്രേറ്ററി ബേർഡ്സിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിൻടെയിൽ, ഗാർഗാനി ആൻഡ് സൈബീരിയൻ ക്രെയിൻ ഒക്കെയാണ് കുമരകത്ത് വരുന്ന മൈഗ്രേറ്ററി ബേർഡ്സ്. The arrival of these birds underlines the ecological importance of Kerala's natural habitats. അപ്പൊ ഈ പക്ഷികളുടെ ഈ ആഗമനം ഇവർ വരുന്നത് എന്താണ് കാണിച്ചു തരുന്നത്? കേരളത്തിലെ നാച്ചുറൽ ഹാബിറ്ററ്റ്സിന്റെ ഇമ്പോർട്ടൻസ് ആണ്. To protect this treasure, it is essential to conserve wetlands, prevent deforestation, reduce pollution and promote responsible tourism. അപ്പോൾ ഇത്രയും നാച്ചുറൽ ഹാബിറ്ററ്റ്സ് ഒക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ഈ നിധി, ഈ നാച്ചുറൽ ഹാബിറ്ററ്റിന്റെ നിധിയായിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ ട്രഷർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് വെറ്റ്ലാൻഡ്സിനെ കൺസർവ് ചെയ്യണം, വെറ്റ്ലാൻഡ്സിനെ സംരക്ഷിക്കണം, വനനശീകരണം തടയണം, ഡീഫോറസ്റ്റേഷൻ തടയണം, അതുപോലെ തന്നെ പൊല്യൂഷൻ കുറയ്ക്കണം. ആൻഡ് റെസ്പോൺസിബിൾ ടൂറിസം ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. നമ്മളൊരു ടൂറിസം പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്താണ്, ആ സ്ഥലത്തെ നശിപ്പിച്ചുകൊണ്ടാവരുത്. ആ സ്ഥലത്തിന്റെ ഇക്കോളജിയെയും അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് അവിടുത്തെ എല്ലാ ജീവജാലങ്ങളെയും ആവാസ വ്യവസ്ഥയും പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ഒരു ടൂറിസമാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഓൺലി ത്രൂ കെയർഫുൾ പ്രിസർവേഷൻ ക്യാൻ ദ സ്റ്റേറ്റ് കണ്ടിന്യൂ ടു സപ്പോർട്ട് ഇറ്റ്സ് റിമാർക്കബിൾ ബേർഡ് ഡൈവേഴ്സിറ്റി ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. ഇപ്പൊ ശ്രദ്ധയോടുകൂടി ഇതിനെയൊക്കെ പ്രിസർവ് ചെയ്ത് സംരക്ഷിച്ചാൽ മാത്രമാണ് അടുത്ത തലമുറയ്ക്കും നമ്മളുടെ ഈ ബേർഡ് വെൽത്ത്, ഈ റിച്ച് ഡൈവേഴ്സിറ്റി ഓഫ് ബേർഡ്സിനെ നമുക്ക് സമ്മാനിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ എക്സ്റ്റിങ്ഷൻ ആയിരിക്കും സംഭവിക്കുക, വംശനാശമായിരിക്കും. അത് ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഈ നാച്ചുറൽ ഹാബിറ്ററ്റ്സിനെയും
ഫോറസ്റ്സിനെയും അതുപോലെ തന്നെ ഈ ബേർഡ്സിനെയും പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടത്, റെസ്പോൺസിബിൾ ടൂറിസം ആയിരിക്കണം നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് ഈ റിച്ച് ബയോഡൈവേഴ്സിറ്റി നെക്സ്റ്റ് ജനറേഷനും കൂടിയിട്ട് അനുഭവിക്കാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെയാണ് നമ്മളുടെ ഈ റൈറ്റ് ഇപ്പോൾ അവസാനിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മുടെ കേരളത്തിലെ ബയോഡൈവേഴ്സിറ്റിയെ പറ്റിയും ബേർഡ് സാങ്ച്വറീസിനെ പറ്റിയും അവിടെ വരുന്ന ബേർഡ്സിനെ പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് കഴിയുകയാണ്. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ.